ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏതൊരു മനുഷ്യനും അടിസ്ഥാനപരമായിട്ടുള്ള കുറേ ആവശ്യങ്ങളുണ്ട്. ഇതിനകത്ത് ആഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുമുണ്ട്. നമ്മുടെ ശരീരത്തിനും മനസ്സിനും കാലാകാലങ്ങളിൽ പ്രകടമായ മാറ്റം വരുന്നുണ്ട്. ഇന്ന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വ്യക്തി കുറേ നാൾ കഴിയുമ്പം നമുക്ക് ആ ഇഷ്ടത്തിന് മാറ്റം വരാം. അതുപോലെ തന്നെ ഇന്ന് ഇഷ്ടമില്ലാത്തത് നാളെ ഇഷ്ടപ്പെടാം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ലൈംഗികതയിൽ ചില രീതികൾ ചെയ്യുന്നവരോട് പങ്കാളികൾക്കുള്ള മനോഭാവത്തെക്കുറിച്ചാണ്. പ്രത്യേകിച്ചും സ്ത്രീ പങ്കാളികൾക്ക് കൂടുതൽ ആകർഷണം തോന്നുന്നത് എങ്ങനെയുള്ളവരോടായിരിക്കും? നമുക്കൊന്ന് നോക്കിയാലോ. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഏത് കാര്യമാണെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില രീതികളുണ്ട്, ചില മെത്തേഡുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയുന്നത് ശരീരത്തിനും മനസ്സിനും നല്ല ആരോഗ്യമുള്ള, സന്തോഷമുള്ള, വികാര വിചാരങ്ങൾക്ക് അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളെക്കുറിച്ചാണ് കേട്ടോ. പിന്നെ ഇവരെ സംബന്ധിച്ച് അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒട്ടും ബോറടി ഇല്ലാത്തതായിരിക്കും, കുറച്ചൊക്കെ കളർഫുള്ളായിരിക്കും. മാത്രമല്ല അതിൻ്റേതായ പ്രൈവസി സൂക്ഷിക്കുന്നവരുമായിരിക്കും. ഇപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതും കാമിക്കുന്നതും നല്ല ആത്മവിശ്വാസമുള്ള ഒരു പുരുഷനെ ആയിരിക്കും. ഈ ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും ഞാൻ ഓക്കെ ആയിരിക്കണം, ഞാൻ ഓക്കെയാണ്, ഞാൻ പറയുന്നതാണ് ശരി അല്ലെങ്കിൽ ചെയ്യുന്നതാണ് ശരി എന്ന ആറ്റിറ്റ്യൂഡല്ല കേട്ടോ. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനെപ്പറ്റി മാക്സിമം അറിഞ്ഞ് കുറച്ചൊക്കെ പ്രാക്ടീസ് ചെയ്ത് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് നെഗറ്റീവായിട്ടുള്ളൊരു സാഹചര്യം വന്നാലും അതിനെ ഫേസ് ചെയ്യാൻ പറ്റും. അതുപോലെ എന്ത് പ്രശ്നം വന്നാലും ഞാനതിനെ നേരിടും, അതിനെ അതിജീവിക്കും എന്ന് ചിന്തിക്കുന്നത് ആത്മവിശ്വാസമാണ്. പക്ഷേ അതിൻ്റെ പിന്നിലൊരു സോഴ്സ് ഉണ്ടാവണം. അങ്ങനെയുള്ളവരെ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക ഇഷ്ടവും ബഹുമാനവും ഒക്കെയാണ്. ഇപ്പം ബന്ധപ്പെടുന്ന കാര്യത്തിനകത്താണെങ്കിലും ചില പുരുഷന്മാരെ സംബന്ധിച്ച് നല്ല ആത്മവിശ്വാസമുള്ളവരുണ്ട്, എന്നാൽ അത് കുറവുള്ളവരും ഉണ്ട്. ഇപ്പം ആദ്യമായിട്ട് ഒരാളെ ഇഷ്ടപ്പെടുന്നതിനും ആകർഷിക്കുന്നതിനും പ്രണയിക്കുന്നതിനും കാമിക്കുന്നതിനുമൊക്കെ അതിൻ്റേതായ മാനദണ്ഡമുണ്ട്. ചിലർക്കാണെങ്കിൽ കാമപരമായിട്ടുള്ള പ്രണയത്തിനോട് അതുമായിട്ട് ബന്ധപ്പെട്ട ഷെയറിങ്ങിനോടൊരു പ്രത്യേക താല്പര്യമാണ്. ഇതിനകത്ത് സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരൊരു പുരുഷനോട് കുറച്ച് സമയം സംസാരിക്കുമ്പോൾ ആ വ്യക്തി ഏത് കാര്യത്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്, അതിനകത്ത് ഫേസ് എക്സ്പ്രഷനും വരും. ഇത് ഒരു പുരുഷന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്നും അവർക്ക് തിരിച്ചറിയാൻ പറ്റും. ചില പുരുഷന്മാർക്ക് പങ്കാളിയുടെ ഫേസ് മാത്രം കണ്ടാൽ മതി, ഇന്ന് അവർക്ക് വേണോ വേണ്ടയോ എന്ന് നന്നായിട്ടറിയാൻ പറ്റും. സ്ത്രീകളെ സംബന്ധിച്ച് പൊതുവേ രണ്ട് കാര്യങ്ങൾ ബലഹീനതയായിട്ടുണ്ട്. എന്തെന്നറിയാമോ? കഴിവുള്ള പുരുഷൻ്റെ സ്നേഹവും അവൻ്റെ കെയറിങ്ങും. അതുപോലെ നല്ല കാമവികാരമുള്ള സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് അവരുടെ ശരീരവും മനസ്സും ഒരുപോലെ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ചില സമയത്ത് ആ സമയത്ത് വേണ്ട രീതിയിൽ അത് കിട്ടുവാണെങ്കിൽ അവർക്ക് പൂർണ്ണ സംതൃപ്തി തോന്നും. അതുപോലെ ചില പുരുഷന്മാരെ സംബന്ധിച്ച് സ്വന്തം സുഖം മാത്രം നോക്കാതെ പങ്കാളിക്കും പൂർണ്ണമായിട്ടും തൃപ്തി വരണം എന്നാഗ്രഹിച്ച് കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് ചെയ്യുന്നവരുണ്ട്. എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ പങ്കാളിയുടെ രതിമൂർച്ചയാണ് അവരുടെ സംതൃപ്തി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പുരുഷന്മാരോട് സ്ത്രീകൾക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്, സ്നേഹമുണ്ട്, കെയറിങ് ഉണ്ട്. ഇപ്പം ദമ്പതികളെ സംബന്ധിച്ചാണെങ്കിലും ഇത് നല്ല രീതിയിൽ ചെയ്യുന്ന ധാരാളം പേരുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് വെച്ചാൽ ഇതിനകത്ത് അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി വളരെ പോസിറ്റീവായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇവരെ സംബന്ധിച്ച് പങ്കാളിയുടെ ആ സ്നേഹവും വിശ്വാസവും ഒക്കെ നേടിയവരാണ്. ശരിക്കും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾ ചുംബിക്കുമ്പോഴാണ് സ്ത്രീകൾക്കത് ഫീൽ ചെയ്യുന്നത്. മാത്രമല്ല ഇവിടെ യോനി ഭാഗത്തിൻ്റെ പ്രവർത്തനം മനസ്സെന്ന ഇന്ദ്രിയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ചിലരെ സംബന്ധിച്ച് മാറുടത്തിൽ ചെയ്യുന്ന ക്രിയകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്. അതുപോലെ മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും വിരലുകൾ കൊണ്ട് ചെയ്യുന്ന ചില ക്രിയകൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ചില പുരുഷന്മാരെ സംബന്ധിച്ച് പങ്കാളിയുടെ മൂഡ് ഫോർപ്ലേയിൽ തന്നെ ഒരു പ്രത്യേക ലെവലിൽ എത്തിച്ചിരിക്കും. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് ഇവിടെ പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ഉള്ളവരുണ്ട്. ഇതിനകത്ത് സ്ത്രൈണത കൂടിയവരുണ്ട്, കുറഞ്ഞവരുണ്ട്, അതുപോലെ പൗരുഷം കൂടിയവരുണ്ട്. അങ്ങനെ പല തരത്തിലാണ്. ഇവരുടെയൊക്കെ മനസ്സും ചില ഹോർമോൺസും പ്രത്യേക രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകളും ഒരുപോലെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കാമിക്കുന്ന ഒരു പുരുഷനുണ്ടാവത്തില്ല. ചിലർക്കാണെങ്കിൽ നല്ല പൗരുഷമുള്ള പുരുഷന്മാരോടാ ആകർഷണം കൂടുതൽ, എന്നാൽ ചിലർക്ക് അങ്ങനെയല്ല, അത് കുറച്ച് കുറഞ്ഞിരുന്നാൽ മതി. അതുപോലെ പൗരുഷത്തിൻ്റെ ചില പ്രത്യേകതകളിൽ പലർക്കും പലതിനോടാണ് താല്പര്യം. ഇതിനകത്ത് ചിലരുടെ ശരീരത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച്, പാസ്റ്റ് എക്സ്പീരിയൻസ് അനുസരിച്ച്, ചില ഹോർമോൺസിൻ്റെ പ്രവർത്തന രീതി അനുസരിച്ച് ക്രിസരിയിൽ കിട്ടേണ്ട സ്ട്രോക്കിൻ്റെ രീതിക്കും വ്യത്യാസമുണ്ട്.
ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതിൻ്റെ പ്രവർത്തനം ഏത് രീതിയിലാണെന്ന് മനസ്സിലാക്കുവാണ് പങ്കാളി ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ചിലർക്കാണെങ്കിൽ പൊതുവേ ലൈറ്റായിട്ടുള്ള ആക്ഷൻസ് മതി, എന്നാൽ ചിലർക്ക് അങ്ങനെയല്ല, എല്ലാം കുറച്ച് ഹാർഡായിട്ട് വേണം. പലർക്കും ഈ രീതി കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ കാരണം ഇത് പൂർണ്ണമായിട്ടുള്ളൊരു സംതൃപ്തി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏത് കാര്യമാണെങ്കിലും രണ്ട് വ്യക്തികൾ തമ്മിലൊരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അത് ആസ്വദിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് പറ്റിയ ഒരു പങ്കാളി വരുന്നത് കൊണ്ടാണ്. തന്നെയല്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില ഇഷ്ടങ്ങളെക്കുറിച്ച്, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ചിലർ പറയാറുണ്ട്, എനിക്ക് ഈ രീതിയാണെങ്കിലേ പറ്റത്തുള്ളൂ, ഈ മെത്തേഡാണെങ്കിലേ പറ്റത്തുള്ളൂ, ഈ ആളാണെങ്കിലേ പറ്റത്തുള്ളൂ എന്നൊക്കെ. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നമ്മുടെ സംതൃപ്തിയായിട്ട് ബന്ധപ്പെട്ട് നമ്മളറിയാതെ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ചില ശീലങ്ങൾ വളർന്നു വരുന്നുണ്ട്. അതുപോലെ ചിലരെ സംബന്ധിച്ച് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിലേ പൂർണ്ണമായിട്ടുള്ള ഒരു തൃപ്തി വരുത്തുള്ളൂ. ഈ സമയത്ത് കിട്ടുന്ന ഒരു പ്രത്യേക ആകാംക്ഷയിലാണ് ബ്രെയിനിലെ എല്ലാ കോശങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പങ്കാളിയുടെ ഇഷ്ടവും ഇഷ്ടക്കേടും ഒക്കെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു പുരുഷന് മാത്രമേ അവരുടെ സ്നേഹവും ആകർഷണവും ഒക്കെ നേടാൻ പറ്റത്തുള്ളൂ. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ഡേ. ബൈ.